കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ KSRTC ബസ് അഴുക്കുചാലിലേക്ക് വീണ അപകടം. ആളപായമില്ല. KSRTC സൂപ്പർ ഫാസ്റ്റ് ബസിന്റെ പിൻചക്രമാണ് അഴുക്കുചാലിൽ കുടുങ്ങിയത്. ചുരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. അനീഷ് ദേവസ്യ വിവരങ്ങളുമായി. അനീഷ്, ഈ ബസ് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? ആർക്കും പരിക്കൊന്നുമില്ലല്ലോ അല്ലേ? 4 മണിയോടെയാണ് താമരശ്ശേരി ചുരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. പാലൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരെയായിരുന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 8-ാം വളവിനും 9-ാം വളവിനും ഇടയിലുള്ള ഈ തകരപ്പാടിക്ക് സമയം വെച്ച് ബസിന്റെ പിൻചക്രങ്ങൾ റോഡിലെ അഴുക്കുചാലിലേക്ക് തെന്നി വീഴുകയായിരുന്നു. തലമാരിയിലേക്കാണ് വലിയൊരു അപകടം ഒഴിവായത്. ബസ് ഈ അഴുക്കുചാലിലേക്ക് തെരഞ്ഞു നിൽക്കുകയാണെങ്കിലും യാത്രക്കാർ എല്ലാവരും സുരക്ഷിതരാണ്. എന്നാൽ ഈ അപകടത്തെ തുടർന്ന് ചുരത്തിൽ ഇപ്പോൾ വലിയൊരു ഗതാഗത കുരുക്ക് രൂക്ഷമായിരിക്കുകയാണ്. നിലവിൽ വൺ വേ സംവിധാനത്തിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ കടത്തിവിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ വയനാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെ ഒരു നീണ്ട നിരയാണ് ഇപ്പോൾ ചുരത്തിലുള്ളത്. ഈ ചുരത്തിന് മുകളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇപ്പോൾ നിലവിൽ മണിക്കൂറുകളായി വഴിയിൽ ഇങ്ങനെ കുരുക്കിക്കിടക്കുകയാണ്. നിലവിൽ ക്രെയിൻ എത്തിച്ച് ബസ് എത്രയും വേഗം മാറ്റിയാൽ മാത്രമേ ഗതാഗതം ഒരു സാധാരണ നിലയിലേക്ക് ആക്കാൻ കഴിയൂ. നിലവിൽ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസും അതുപോലെ തന്നെ ഈ ചുരം വാഹനം അവിടെ നിന്ന് ഇനിയും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വാഹനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് ഒക്കെ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് എന്നതാണ്. പക്ഷേ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് എന്നതാണ് അനീഷ് ദേവസ്യ അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.